नमस्ते बच्चों, आप सब कैसे हो? ठीक है ना। आज हम चौथा कक्षा का पाठ 11 दुश्मन से हमेशा दूर रहना ले जा रही हो। यह देखिए, दुश्मन से हमेशा दूर रहना। दुश्मन दुश्मन मीन्स क्या है? दुश्मन एनिमी, ശത്രു. दुश्मन से हमेशा दूर रहना. दुश्मन ശത്രുക്കളിൽ നിന്ന് എപ്പോഴും ഞങ്ങൾ ദൂരെ നിൽക്കണം. यह एक कहानी है. यह कहानी में चिड़िया, गिलहरी और बिल्ली यह पात्र है. यह देखिए, एक चिड़िया एक पेड़ पर घोंसला बनाकर मज़े से रहती थी. एक दिन वह दाना पानी के चक्कर में अच्छे फसल वाले खेत में पहुंच गई. वहाँ खाने पीने की मौज से बड़ा खुश हुआ. उस खुशी में रात को वह घर आना तक भूल गया. देखिए फर्स्ट पैराग्राफ क्या है? एक चिड़िया. चिड़िया मीन्स क्या है? चिड़िया पक्षी, बर्ड. एक चिड़िया एक पेड़ पर, एक पेड़, पेड़ मीन्स ट्री, एक पेड़ पर घोंसला बनाकर, घोंसला नेस्ट, कूड़, मज़े में रहती थी, സന്തോഷമായിട്ട് ഉണ്ടായിരുന്നു. अरे एक चिड़िया, एक पक्षी. कौन? एक पक्षी एक पेड़ पर मज़े से रहती थी. एक दिन वह दाना पानी के, एक दिन ഒരു ദിവസം അത് ദാന പാനി മേ ചക്കർ മേ അച്ചേ ഫസൽ വാലേ, ഒരു ദിവസം അതെന്ത് ദാന പാനി ധാന്യങ്ങൾ പിന്നെ വെള്ളം എല്ലാം കുടിക്കാൻ വേണ്ടി ഇവിടെ പോയി. ചക്കർ അച്ചേ ഫസൽ വാലേ, നല്ല കൃഷി കിട്ടുന്ന സ്ഥലത്തേക്ക്, കേത്ത് ഫാർമിലേക്ക്, കൃഷിൻ്റെ അടുത്തേക്ക് പോയി. പहुंच गई. वहाँ खाना पीने की मौज से, അത് അവിടെ പോയിട്ട് എന്തായി? ഖാന ഭക്ഷിച്ചു, അല്ലെങ്കിൽ വെള്ളം കുടിച്ചു, എല്ലാ ഖാന പീനയ്ക്ക് മൗജ് സെ ബഡാ ഖുഷ് ഹുവ, അവിടെ അതെല്ലാം കിട്ടുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ബഡേ ഖുഷ് താ. ഉസ് ഖുഷി മേ, ആ സന്തോഷം കൊണ്ട് എന്താക്കി? രാത് കോ വഹ് ഘർ ആനെ കാ തക്ക് ഭൂൽ ഗയ, അത് രാത്രി അതിൻ്റെ വീട്ടിലേക്ക് വരാൻ മറന്നുപോയി. ഭൂൽ ഗയ, മറന്നു. എവിടെയാണ് അതിൻ്റെ വീട്? ഏക്ക് പേട്, ഒരു മരത്തിൽ അതിൻ്റെ ഗോൺസല ഉണ്ടായിരുന്നു. അവിടത്തേക്ക് അത് വരാൻ അത് മറന്നുപോയി. ഏത്? കോന്? ചിടിയ. ചിടിയ അവിടത്തേക്ക് വരാൻ മറന്നുപോയി. नेक्स्ट पैराग्राफ देखिए. शाम को एक गिलहरी उस पेड़ के पास आ गया. चिड़िया का घोंसला था. पेड़ जरा भी ऊंचा नहीं था. गिलहरी ने उस घोंसले में झांक कर देखा. पता चला कि घोंसला खाली है. शाम को, शाम ഈവനിങ്, ഈവനിങ് ടൈമിൽ ആര് വന്നു? ഗിൽഹരി. ഗിൽഹരി പറഞ്ഞാൽ സ്ക്വയർ അല്ല, എന്ത് അണ്ണാണ് അല്ലേ? ഇവിടെ ചിത്രം നോക്കുക. ആര്? ഗിൽഹരി പറഞ്ഞാൽ ആരാണെന്ന്. ഗിൽഹരി देखिए പാസ് ആ ഗയ. ചിടിയ കാ ഘോൻസല താ, അത് ആരുടെ ഘോൻസലായിരുന്നു? ചിടിയ, ബേർഡ്, പക്ഷിയുടെ നെസ്റ്റായിരുന്നു അവിടെ. പേട് ജറാ ബി ഊഞ്ച നഹി, പേട് കുറേ മുകളിലുണ്ടായിരുന്നില്ല. ഊഞ്ചാമോ, കുറേ മുകളിലുണ്ടായിരുന്നില്ല. ഊഞ്ച നഹി താ. ഗിൽഹരിനെ ഉസ് ഘോൻസലെ മേ ജാങ്ക് കർ ദേക്ക. ഗിൽഹരി എന്താക്കി? അവിടെ ആ ഘോൻസലെ, നെസ്റ്റിനെ എത്തി നോക്കി. ഗിൽഹരി ജാങ്ക് കർ ദേക്ക. പതാ ചലാ കി ഘോൻസല ഖാലി ഹേ. ഘോൻസല എന്തായിരുന്നു? നെസ്റ്റ് അവിടെ കാലി, എംപ്റ്റി ആയിരുന്നു. അതിൽ ആരുണ്ടായിരുന്നില്ല അല്ലേ? അവിടെ ഉണ്ടായിരുന്നത് ആര്? ആദ്യം പക്ഷി അല്ലേ? പക്ഷി, ബേർഡ്. ബേർഡ് ഉണ്ടാകുമ്പോൾ അതെവിടെ പോയി? അത് ഭക്ഷണം തേടിക്കൊണ്ട് എവിടെയോ പോയിട്ടുണ്ടല്ലേ? അതുകൊണ്ട് ഇപ്പോൾ അവിടെ ആര് വന്നു? ഗിൽഹരി വന്നു. അപ്പോൾ ഗിൽഹരി വന്ന് നോക്കുമ്പോൾ അവിടെ ആരുണ്ടായിരുന്നില്ല. घोंसला खाली है. नेक्स्ट पैराग्राफ देखिए. घोंसला अच्छा खास बड़ा था. उसमें गिलहरी आराम से रह सकता था. उसे यह बनाया घोंसला पसंद आ गया और उसने वहीं रहने का फैसला कर लिया.
ഗോൻസല അച്ഛാ ഖാസ് ബടാത്ത, ഗോൻസല ഇങ്ങനെ നല്ലതുണ്ടായിരുന്നു, കുറച്ച് നല്ല വലുതായിരുന്നു ഗോൻസല കാണുമ്പോൾ. നെക്സ്റ്റ് ഉസ്മേ ഗിൽഹരി ആരാം സേ രഹ സക്ത ഹെ, ഗിൽഹരിക്ക് അതിൻ്റെ ആരാമത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആരാമസേ रह सकता था. उसे यह बनाया ഗോൻസല പസന്ത് ആകയ, അതിനെന്തായി, ആ ഗൂഢ നിർമ്മിച്ചത് കണ്ടപ്പോൾ അതിന് സന്തോഷമായി. അവിടെ ഇരുന്ന് ബനായ ഗോൻസല പസന്ത് ഇഷ്ടമായി. ആകയ और उसने वही रहने का फैसला लिया. ഗിൽഹരി എന്താക്കി, ഞാൻ അവിടെ തന്നെ നിൽക്കാനത് തീരുമാനിച്ചു. ഫൈസൽ തീരുമാനം എടുത്തു. അരേ ഗിൽഹരി അവിടെ അവിടെ തന്നെ ആ ഗൂഡിൽ തന്നെ ഇരിക്കാനത് തീരുമാനിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ് देखिए. कुछ दिनों बाद वह चिड़िया खा कर मोटा ताज़ा बनकर अपने घोंसले की याद में वापस लौटे. उसने देखा कि घोंसला में गिलहरी आराम से बैठ हुआ. उसे बड़ा गुस्सा आया. उसने गिलहरी से कहा, चोर कहीं के मैं नहीं था तो मेरे घर में घुस गया हो, चलो निकलो. मेरे घर से ज़रा भी शर्म नहीं आई मेरे घर में रहते हुए. कुछ दिनों के बाद, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ചിടിയ കാക്കാർ മോട്ടാ താസ ബനക്കാർ, ചിടിയ എല്ലാ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ട് എന്തായി, മോട്ടാ താസ നല്ല തടിയായിട്ട് ബനാക്കർ അപ്ന ഗോൻസലാക്കി, അതിൻ്റെ നെസ്റ്റിനെ അത് ഓർമ്മ വന്നു. ഗോൻസലാക്കി യാദ് മേ വാപ്പസ് ലൗട്ടി. അതിൻ്റെ ഗോൻസല എവിടെ ഉണ്ടായിരുന്നു, മരത്തിലല്ലേ. അപ്പോൾ അതിൻ്റെ ഓർമ്മ വന്നു. ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് തടിയെല്ലാം വെച്ച ശേഷം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഓർമ്മയായി. ഉസ്നെ ദേഖാ കി ഗോൻസല മേ ഗിൽഹരി ആരാം സേ ബൈഠ് ഹുവാ. അപ്പോൾ ഇവിടെ വന്നിട്ടാകുമ്പോൾ ഗോൻസലയിൽ ആരുണ്ടായിരുന്നു, അവിടെ ഗിൽഹരി ആരുണ്ടായിരുന്നു, ഗിൽഹരി ഉണ്ടായിരുന്നു. ആരാമസേ ബൈഠ് ഹുവാത്ത, ആരാമത്തിൽ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഉസേ ബഡ ഗുസ്സായ, അതിനെന്തായി, ഭയങ്കര ദ്വേഷം വന്നു. ദ്വേഷം വന്നു, ഗുസ്സായ. ഉസ്നെ ഗിൽഹരി സേ കഹ, അത് ഗിൽഹരിയോട് പറഞ്ഞു, ചോർ കഹി ഹേ, ആരാണ് കള്ളന്മാർ. മൈ നഹി താ, ഞാനില്ലാതിരിക്കുമ്പോൾ. മേരാ ഘർ മേ ഗുസ് ഗയ, എൻ്റെ വീട്ടിലേക്ക് വന്നതാരാണ്, ഗുസ് ഗയ എൻട്രി ചെയ്തത് ആരാണ്. ചലോ പോവുക, നിഖളോ വിടുക, മേരെ ഘർ സേ, എൻ്റെ വീട് വിട്ടിട്ട് പോവുക. ആരാണ് ഞാനില്ലാതിരിക്കും എൻ്റെ വീട്ടിലേക്ക് വന്നത്. ജറാ ബി ശരം നഹി ഹേ, നിങ്ങൾക്ക് നാണാവുന്നില്ലേ, ശരം നാണം ലജ്ജ. ആയി മേരെ ഘർ മേ രഹത്തെ ഹുയേ, എൻ്റെ വീട്ടിൽ വന്നിട്ടിരിക്കാൻ എനിക്ക് നാണമാവുന്നില്ലേ. ആര് പറഞ്ഞു, ആര് പറഞ്ഞു, ചിടിയ ആരോടാണ് പറഞ്ഞത്, ഗിൽഹരിയോട് പറഞ്ഞു. नेक्स्ट पैराग्राफ देखिए. गिलहरी शांति से जवाब देने लगा. गिलहरी अपन എന്തായി, शांति से जवाब देने लगा. कहाँ का तुम्हारा घर, कौन सा तुम्हारा घर, यहाँ तो मेरा घर है. पागल हो गई हो तुम. अरे कुआं तालाब या पेड़ एक बार छोड़कर कोई जाता है तो अपना हक भी गंवा देता है. यहाँ तो जब तक हम है यह अपना घर है, बाद में तो उसमें कोई भी रह सकता है. अब यह मेरा घर है, बेकराम में मुझे तंग मत करो. यह बात सुनकर चिड़िया कहने लगी, ऐसे बहस करने से कुछ हासिल नहीं होने वाला. किसी धर्म पंडित के पास चलते हैं, वह जिसके हक में फैसल का सुनाएगा उस घर मिला जाएगा. देखिए क्या है, गिलहरी से शांति से जवाब देना. गिलहरी समाधानത്തോട് ആൻസർ പറഞ്ഞു.
കഹാ കാ തുമാർ ഘർ, കഹാ എവിടെയാണ് നിൻ്റെ വീട്, കോൺസാ ഹേ തുമാരാ ഘർ, ഏതാണ് നിൻ്റെ വീട്, യഹ് തോ മേരാ ഘർ ഹേ, ഇത് എൻ്റെ വീടാണ്, പാഗൽ ഹോ ഗയി ഹേ തും, നിനക്ക് എന്താണ് പ്രാന്താണോ, പാഗൽ ഹോ ഗയി ഹേ, അരേ കുവാ, കുവാ വെൽ കിണർ, താലാബ് പോണ്ട്, യഹ് യാ പേട്, ഇത് അരേ കിണർ, താലാബ് പോണ്ട്, പിന്നെന്താണ് പേട്, ഇതൊക്കെയല്ല എന്താണ് ഏക്ക് ബാർ ചോട് കർ, ഒരു പ്രാവശ്യം ത്യജിച്ചാൽ വിട്ടുപോയാൽ, കോയി ജാത്താ ഹേ തോ, ആരാണ് അവിടത്തേക്ക് വരുന്നതവർ, അപ്പന ഹക്ക് ബി ഗവാൻ ദേത്താ ഹേ, അവരാണ് അവിടെ അധികാരം നൽകുന്നത്, അപ്പോഴാണ് അവർക്ക് അവിടെ അധികാരം കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു, ഗിൽഹാരി പറഞ്ഞു. യഹ് തോ ജബ് തക്ക് ഹം ഹേ, യഹ് തോ അതുപോലെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, ഹം യഹ് അപ്പന ഘർ ഹേ, ഇപ്പോൾ ഇത് എൻ്റേതാണ്, ബാദ് മേ തോ ഉസ്മേ കോയി ബി രഹ് സക്താ ഹേ, ഞാൻ പോയ ശേഷം ഇവിടെ ആര് വരുന്നു എനിക്കറിയില്ല, കോയി ഭി രഹ് സക്ത, ആരും നിൽക്കാം, പക്ഷെ ഇപ്പോൾ എൻ്റെ വീടാണ്, അബ് യഹ് മേരാ ഘർ ഹേ, അതിപ്പോൾ എൻ്റെ വീടാണ്, ബേക്കാർ മുജെ തങ് മത്ത് കരോ, നീ അവിടെ തന്നെ നിൽക്കൂ. യഹ് ബാത്ത് സുനക്കർ ചിടിയ കഹനെ ലഗി, യഹ് ബാത്ത് സുനക്കർ ചിടിയ കഹനെ ലഗി, ऐसे बहस करने से कुछ हासिल नहीं है, यह बहस करने से कुछ हासिल नहीं होने वाला है, किसी धर्म पंडित के पास चलते हैं, ഇതിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ തർക്കം പിടിക്കുന്നത് നമുക്ക് സാധ്യമല്ല എന്നാണ്, ഹാസിൽ നഹി ഹേ, ഇതിലെന്താണ് ആരായെങ്കിൽ എന്നല്ല ധർമ്മ പണ്ഡിതനെല്ലാം പറഞ്ഞു കൊടുക്കുന്നവരുടെ അടുത്തേക്ക് ഞങ്ങൾ പോവണം, ഏതാണ് ന്യായം, ധർമ്മ പണ്ഡിത് ന്യായം നൽകുന്നത് ആരാണ് അവിടത്തേക്ക് ഞങ്ങൾ പോവണോ, ധർമ്മ പണ്ഡിത് കെ പാസ് ചലത്തെ ഹേ, വഹ് ജിസ്കെ മൈഹസ് ഫൈസൽ സുനായേക, ആർക്കാണ് വീട് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്നാണ് തീരുമാനം കിട്ടും, സുനായേക ഉസേ ഘർ മിൽ ജായേക, അപ്പോഴാണ് ആ വീട് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ട് അവർ ആരെ ചെടിയ പറഞ്ഞു. വഹാം സേ ഏക്ക് നദി ബഹത്തി തി, വഹാം സേ नदी के पास एक बड़ी सी बिल्ली बैठी थी, वह कुछ धर्मपाठ करती नजर आ रही थी, वैसे तो बिल्ली इन दोनों के जन्मजात शत्रु है, लेकिन वहाँ और कोई भी नहीं था, इसलिए उन दोनों ने उसका पास जाना और उसने न्याय लेना उचित समझा, सावधानी बरतने हुए बिल्ली के पास जाकर उन्होंने अपनी समस्या बताई. देखिए वहाँ से एक नदी बहती है, और അവിടുത്തെ നിന്ന് एक നദി, ഒരു നദി വെള്ളം ഒഴുകുന്നുണ്ട്, നദീൻ്റെ അടുത്തേക്ക് ബഹത്തീത്തി ഒഴുകുന്നുണ്ടായിരുന്നു, വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു നദിയിൽ, നദി കെ പാസ് നദീൻ്റെ അടുത്ത്, റിവറിൻ്റെ അടുത്ത് എന്ത് പാസ് മേ ഏക്ക് ബഡി സി ബില്ലി ബൈठी थी, ഒരു ബില്ലി മീൻസ് കാറ്റ്, ബില്ലി ഇരുന്നിട്ടുണ്ടായിരുന്നു, ബില്ലി ബൈठी थी, വഹ് കുച്ച് ധർമ്മപാഠ് കർത്തി തി, അതെന്ത് ധർമ്മപാഠം ചെയ്യുന്ന പോലെ നസർ ആ രഹി തി, നല്ല ധർമ്മ പണ്ഡിതൻ, നോക്ക് ഇവിടെ കാണുന്നില്ല, ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, നല്ല ന്യായം പറയുന്ന പോലുള്ള ഒരു വേഷം ധരിച്ചിട്ടാണ് ആ ബില്ല് ഉണ്ടായിരുന്നത്. വൈസേ തോ ബില്ലിയും ദോണോ കെ ജന്മജാത ശത്രു ഹേ, ഇതിൻ്റെ ശത്രുക്കൾ, അതിൻ്റെ ചെടിയ പിന്നെ ഗിൽഹറിൻ്റെ ജന്മജാത ശത്രു പറഞ്ഞാൽ ജനിച്ചപ്പോൾ ഉണ്ടാവുന്ന ഒരു ശത്രുത അല്ലേ. ഇപ്പോൾ ബില്ലി നമുക്ക് കേട്ട് റാറ്റിനെ കണ്ടുമ്പോൾ ഒരു ശത്രുതല്ലേ, അത് എവിടെ കൊണ്ടാലും പിടിക്കും, അതേപോലെ ഇവിടെ എന്താണ് ബില്ലിൻ്റെ ശത്രുക്കളാണ് ആരല്ല, ഗിൽഹരിയും ചിടിയും, ജന്മജാത ശത്രു ഹേ, ലേക്കിൻ വഹ് ഔർ കോയി ബി നഹി ത, പക്ഷെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ആരെ കേട്ട് മാത്രം, ബില്ലി മാത്രം ഉണ്ടായിരുന്നു. ഇസ്ലിയെ ഉൻ ദോനോനെ ഉസ്കെ പാസ് ജാന, ഗിൽഹരിയും ചിടിയോ അതിൻ്റെ അടുത്തേക്ക് പോയി, അവർ ഉസ്കെ ന്യായ ലേനേക്ക, പക്ഷെ അവർക്ക് ന്യായം കിട്ടാൻ വേണ്ടി ഉചിത് സമജ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അവിടത്തേക്ക് പോയി. സാവധാനി ബരത്തേ ഹുയെ ബില്ലി കെ പാസ് ജാക്കർ, സാവധാനം ലേനെ ബില്ലിൻ്റെ അടുത്തേക്ക് പോയി. ജാക്കർ ഉൻഹോനെ അപ്പനി സമസ്യ ബത്തായി, അവർ അതിൻ്റെ സമസ്യ പ്രോബ്ലം എന്തൊക്കെയാണ് പ്രോബ്ലം ഉണ്ടായിരുന്നത് അതെല്ലാം ബില്ലിൻ്റെ അടുത്ത് പറഞ്ഞു. നെക്സ്റ്റ് देखिए, हमने अपनी उलझने तो बात दी, अब इसका हल क्या है,
इसका जवाब अपने सुनना चाहते हैं। जो सही होगा उसे वह घोंसला मिल जाएगा और झूठ होगा उसे आप खा ले. हमने अपनी उलझने तो बातती. ഇതെല്ലാം എന്താണ്? ഇവർ സത്യം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞത്. അബ് ഇസ്കി ഹൽ ക്യാ ഹേ, ഇതിൻ്റെ പ്രതിഫലം എന്താവോ? ഇസ്ക ജവാബ് അപ്നെ സുനന ചാഹത്തെ ഹേ, ഇതിന് ആൻസർ ഞാൻ നിങ്ങളോട് പറയാം. ജോ സഹി ഹോഗ ഉസേ വഹ് ഗോൻസല ഹേ, ഇതിൽ ആരാണ് ചെയ്യുന്നത് ശരിയാണ് അവർക്കാണ് അത് വീട് കൊട്ടുക. അവർ ജൂട്ട് ഹോ സേ, ആരാണ് തെറ്റി പറയുന്നത് ഓസേ ആപ്പ് ഖാലോ, നീ ഭക്ഷിക്കോ. ആരാണ് തെറ്റി പറയുന്നത് അതിനെ നീ ഭക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ് देखिए. ബില്ലിനെ കഹാ, ബില്ലി പറഞ്ഞു, അരേ രേ യഹ് തും कैसे बात कर रहे हो? हिंसा जैसे पाप नहीं इस दुनिया में. दूसरों को मारने वाला खुद नरक में जाता है. मैं तुम्हें न्याय देने तो मदद करूँगी, लेकिन झूठ को खाने की बात तो मुझके नहीं हो पाएगा. मैं एक बात तुम लोगों की कानों में कहना चाहता हूँ, ज़रा मेरा करीब आओ तो. നോക്കുക. ബില്ലിനെ കഹ, അപ്പോൾ ബില്ലി പറഞ്ഞെന്താണ്? അരേ രേ ഏ, എന്താണ്? യഹ് തും കേസി ബാത് കര ഹേ, നിങ്ങൾ എന്താണ് വാക്ക് പറയുന്നത്? ഹിംസ് ജയ്സേ പാപ്പ നഹി ഹേ, ഹിംസിക്കുന്നത് അല്ലേ, ഒരാളെ കൊല്ലുന്നത് തിന്നാനല്ല പറഞ്ഞത്. അതെന്താണ്? പാപ്പ നഹി, അത് പാപമല്ലേ. നഹീസ് ദുനിയ, ആ പാപം ചെയ്യുന്നത് ഈ വേൾഡിൽ ഈ ദുനിയാവില ആവൂല. സ് ദുനിയാമേ ദൂസറോങ്കോ മാർനേ വാലേ, മറ്റുള്ളവരെ കൊല്ലുന്നത് ഖുദ് നരകമേ ജാതാ ഹേ, തീർച്ചയായിട്ട് അവർ നരകത്തിലേക്ക് എത്തും. മൈ തുംഹേ ന്യായ ദേനേത്തോ, ഞാൻ നിങ്ങൾക്ക് ന്യായം കിട്ടാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം, മദത് കരുങ്കി. ലേക്കിൻ ജൂട്ടുക്കോ കാനേക്കി ബാത്ത്, പക്ഷേ ജൂട്ട് തെറ്റാരി പറയുന്നത് അവരുടെ കാനേക്കി ബാത്ത്, അവരുടെ ഭക്ഷിക്കുന്ന വാക്കുകൾ മുജിസേ നഹി പായേഗ, എനിക്ക് ആവൂല, അവരുടെ ഭക്ഷിക്കാൻ എനിക്ക് ആവൂല എന്ന് അറിഞ്ഞിട്ട് ആര് പറഞ്ഞു? ബില്ലി പറഞ്ഞു. മൈ ഏക്ക് ബാത്ത് തും ലോഗോ കി ഖാനോ മേ, മൈ ഏക്ക് ബാത്ത്, ഞാനൊരു വാക്ക്, ലോഗോ കി ഖാനോ മേ കഹന ചാഹത്തെ, നിങ്ങൾ ഓരോരുടെ ചെവിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജറ മേര കരീബ് ആവോത്തോ, എല്ലാവരും എൻ്റെ അടുത്തേക്ക്, ഒരാൾ എൻ്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ബില്ലി അവരെ അടുത്തേക്ക് വിളിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ് देखिए. क्या हुआ? दोनों एक बिल्ली के पास, दोनों गए बिल्ली के पास, രണ്ടുപേരും ബില്ലിൻ്റെ അടുത്തേക്ക് പോയി. ഗിൽഹരി और चिड़िया खुश थे कि अब फैसल होकर रहेगा. ഗിൽഹരിയും ചിടിയയോ കുഷ്, സന്തോഷം കൊണ്ട് എന്താണ്? കി അബ് ഫൈസൽ ഹോക്കർ രഹേഗ, ആരാണ് ഇതിൽ വിന്നാവുന്നത്, ആർക്കാണ് തീരുമാനം കിട്ടുമെന്ന് പറഞ്ഞ് അവർ തീരുമാനിച്ചുകൊണ്ട് അവിടെ നിന്ന് അടുത്തേക്ക് പോയി. ഫിർ ബില്ലി ബി ഖരീബ് ആയി, അതേ ആര്? ബില്ലി അതിൻ്റെ അടുത്തേക്ക് പോയി. ഗിൽഹരിക്ക് പൂച്ച് മേ പക്കഡ് ലിയ, ഗിൽഹരിൻ്റെ ബാലം, പൂച്ച് പറഞ്ഞാൽ ടൈല്, പൂച്ച് ഗിൽഹരി മേ പക്കഡ് ലിയ, ബാലിൻ്റെ അടുത്ത് പിടിച്ചു. ആരെ? കാറ്റല്ലേ, ബില്ലി ഗിൽഹരിൻ്റെ ബാലത്തിൽ പിടിച്ചു. ലിയ ഔറും മൂഹ് സേ ചിടിയാക്കാ നോച്ച് ലിയ, അതിൻ്റെ ബായ് കൊണ്ടെന്തിനെ? പക്ഷിയെ പിടിച്ചു. നോച്ച് ലിയ ദോനോ കാ കാം തമാം കർ ദിയ, രണ്ടുപേരും അതെന്താക്കി? ബില്ലി കൊന്നു അല്ലേ, രണ്ടുപേരും അത് കൊന്നു. अपने शत्रु को पहचानते हुए भी उस पर विश्वास करने से गिलहरी और चिड़िया को अपनी जानें गंवान पड़ी. अपने ശത്രു, അവരുടെ ശത്രുക്കളിൽ നിന്ന്, എപ്പോഴും നമ്മളുടെ ശത്രുക്കളിൽ നിന്ന് പഹച്ചാന്തെ, ശത്രുക്കളെന്ന് അറിഞ്ഞുകൊണ്ട് എന്താണ്? ഉസ് പർ വിശ്വാസ കർണേസി, അവരോട് വിശ്വാസം വെക്കുന്നത്. കർണേസി ഗിൽഹരി അവർ ചെടിയൊക്കെ അപ്പനേക്ക്, അതുകൊണ്ട് ആരാണ് ശത്രു എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസം വെച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോയോ, അതുകൊണ്ട് അവർ രണ്ടുപേരും എന്താണ്? ഗിൽഹരിയും ചെടിയും മരിച്ചു. ഗവാൻ പടി എന്ന് പറഞ്ഞാൽ മറുകയെ, അവരുടെ ജീവൻ ത്യജിച്ചു. സച്ച് ഹേ, എന്താണ് ഇവിടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു. ശത്രു സേ സംഭാൽക്കർ ചാർ കദം ദൂർ റഹന ഭി ഭലായ് ഹേ, എപ്പോഴും ഞങ്ങൾ ശത്രുതയോട് സംസാരിക്കുമ്പോൾ 4 അടി ദൂരെ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കേണ്ടത്, അവരോട് സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഇവിടെ ഈ കഥയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ കഥയിൽ മനസ്സിലായിട്ടുണ്ടാവല്ലോ, എപ്പോഴും ഞങ്ങൾ ശത്രുക്കളിൽ നിന്ന് എപ്പോഴും ഞങ്ങൾ ദൂരെ നിന്നിട്ടാണ്
അവരോട് നമ്മൾ സംസാരിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടല്ലോ കഥ എല്ലാവർക്കും? ഓക്കെ, ധന്യവാദം.